ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു സിബ്ലിങ്സ് കിച്ചൻ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചിക്കൻ നഗ്ഗറ്റ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാനിവിടെ 400 ഗ്രാം ബോൺലെസ് ചിക്കൻ പീസസ് എടുത്ത് ചെറിയ ക്യൂബ്സായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 3 ബ്രെഡാണ്. ഇതിൻ്റെ സൈഡ് പോർഷൻസ് എല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അടുത്തതായി 1 ടീസ്പൂൺ വിനെഗർ, 1/2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ സോയാ സോസ്. ഇത്ര കൂടെ വേണം. ഇനി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രെഡ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബ്രെഡ് കൂടി പോകരുത്. ബ്രെഡ് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നഗ്ഗറ്റ്സ് ഹാർഡായി പോവും. നമുക്ക് ചിക്കൻ്റെ ടേസ്റ്റാണ് മുന്തി നിൽക്കേണ്ടത്. അപ്പോൾ ബ്രെഡ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് മാത്രം ആഡ് ചെയ്യുക. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിനു പകരം കുരുമുളക് പൊടിയുടെ ക്വാണ്ടിറ്റി കൂട്ടിയെടുത്താലും മതി, അപ്പോഴും നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ വിനെഗർ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടും. ഇനി ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് നമുക്കിതെല്ലാം ഒന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഈ അരച്ചെടുത്ത മിക്സ് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. എന്നിട്ട് നമുക്കിത് കൈ കൊണ്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ നഗ്ഗറ്റ്സ് കോട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിക്സ്ചേഴ്സ് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് അതിലോട്ടൊരു കോഴിമുട്ട ആഡ് ചെയ്തിട്ടുണ്ട്. ഈ കോഴിമുട്ടയുടെ ഒരു റോ സ്മെല്ല് മാറിക്കിട്ടാനായിട്ട് നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ എഗ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മൈദയും ബ്രെഡ് ക്രംസും ആണ്. ഇത് ഇത്രയും ക്വാണ്ടിറ്റി ഒന്നും നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ എടുക്കണ്ട. ഞാനിപ്പോൾ വെച്ചിട്ടുള്ള നഗ്ഗറ്റ്സിൻ്റെ മിക്സ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാം. ഷേപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സിമം തിക്നെസ് കുറച്ച് ഷേപ്പ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഉള്ളിലുള്ള ചിക്കനൊക്കെ ഒന്ന് പെട്ടെന്ന് കുക്കായി കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇവിടെ ഷേപ്പ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇതിലും തിക്നെസ് കുറച്ച് ഷേപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. അതുപോലെ തന്നെ ചിക്കൻ പെട്ടെന്ന് കുക്കായി കിട്ടും. ഇപ്പോൾ നമ്മളെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈദ, എഗ് ബാറ്റർ, അതുപോലെ ബ്രെഡ് ക്രംസ് ഇതിലെല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ എല്ലാം ഒന്ന് മൈദയിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് ബാറ്ററിലൊന്ന് കോട്ട് ചെയ്യാം. ഓരോന്നായിട്ട് എഗ് ബാറ്ററിൽ മുക്കിയിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫൈനലായിട്ട് ബ്രെഡ് ക്രംസിലും കൂടെ കോട്ട് ചെയ്യാനുണ്ട്. ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുമ്പോൾ ഞാൻ ടീസ്പൂൺ യൂസ് ചെയ്യാൻ കാരണം നമ്മുടെ ബ്രെഡ് ക്രംസ് കുതിർന്ന് പോവണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. നഗ്ഗറ്റ്സിൻ്റെ എല്ലാ ഭാഗത്തും ബ്രെഡ് എത്തുന്ന രീതിയിൽ നല്ലപോലെ കോട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളെല്ലാം ഒന്ന് ബ്രെഡിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാനിൽ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഓയിൽ നല്ല രീതിയിൽ ചൂടായതിന് ശേഷം മാത്രം നഗ്ഗറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ടൈം എടുത്തിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ നല്ല രീതിയിൽ കുക്കായി കിട്ടൂല. ഈ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ നഗ്ഗറ്റ്സ് കഴിക്കുമ്പോൾ ചിക്കൻ ഒരു അൺകുക്ക്ഡ് ഫീലാണ് വരിക. ഒരു സൈഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
രണ്ട് സൈഡും നല്ല രീതിയിൽ കുക്കായി കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ നഗറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടിയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.